ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ബിപാഷ ബാഷുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർ കോൺട്രവേഴ്സീസ് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. 17ാമത്തെ വയസ്സിൽ താങ്കൾ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ചെയ്തു. അത് എത്രത്തോളം കോൺട്രവേഴ്സി ആയെന്ന് വെച്ചാൽ താങ്കളുടെ വീടിന്റെ മുന്നിൽ നിന്ന് സ്ത്രീകൾ സമരം ചെയ്തു. അതെ, അത് ഓർമ്മയുണ്ടല്ലോ, മറന്നില്ലല്ലോ അല്ലേ? അതെ, ഇപ്പൊ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നു. ഐ തിങ്ക് കലിയുടെ ക്യാമ്പയിൻ അതിന്റെ കാര്യമല്ലേ പറയുന്നത്. സംഭവിച്ചത് ഞാനന്ന് ചെറുതാ. ഞാനും ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത തെറ്റുകൾ സമ്മതിക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് എ ലോഞ്ചറി ക്യാമ്പയിൻ ദാറ്റ് ഐ ഡൺ വിത്ത് ഡിനോ. അതായത് ആദ്യത്തെ പോസ്റ്റർ ശരിക്കും ബാൻ ചെയ്തു. ബിക്കോസ് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഡിനോ ആണ് എന്തോ ചെയ്തിരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ആൻഡ് ഇറ്റ് ഗോട്ട് അതായത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ് വാസ് എ വെരി സാഡ് തിങ്. പ്രഭുദത്ത ഗുപ്ത ആണ് ആ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്. ഹി ജസ്റ്റ് പാസ്ഡ് അവേ. ഇന്ത്യയിൽ തന്നെ മികച്ചൊരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. ഒരു വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കപ്പിളിന്റെ ഇൻ ബാഡ്. ആൻഡ് യാ ഇറ്റ് വാസ് ബാഡ്. ആദ്യം താങ്കൾ പറഞ്ഞത് താങ്കളൊന്നും ചെയ്തില്ല, ഡിനോ ആണ് എല്ലാം ചെയ്തതെന്ന്. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ മിണ്ടാതെ അവിടെ കിടക്കുമായിരുന്നു. പിന്നെ ചില വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊന്നും ചെയ്തില്ല, ജോൺ അബ്രഹാം ചെയ്തു. ഇല്ല, ഞാനപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെന്ന് ഞാൻ ഇച്ചിരി വലിയ ആളായിരുന്നു. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ബോത്ത് പീപ്പിൾ. ഫോർ ജിസം റൈറ്റ്. നിങ്ങൾ യഥാർത്ഥത്തിൽ എനിക്കിപ്പോ എന്താ പറയണ്ടേന്ന് അറിയില്ല. എന്റെ കൈ തന്നെ നല്ല കോൾഡായി. എന്നെ കറക്റ്റ് ഉത്തരം കിട്ടുമെന്നും അറിയില്ല. ജോൺ അബ്രഹാം ആപ്കി അദാലത്തിൽ വന്നപ്പോൾ താങ്കളെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഞാനന്ന് ഡൽഹിയിലാ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞെന്ന് താങ്കൾ ഞാൻ കേട്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഡൽഹിയിലാ ഉണ്ടായിരുന്നത്. നിങ്ങൾ ഷോ നടത്തുന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു. എനിക്കറിയാം അദ്ദേഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തോ അതെല്ലാം അദ്ദേഹം ഒന്നൊന്നായിട്ട് ഞങ്ങളോട് പറഞ്ഞു. മനുഷ്യനായ ഓർമ്മ ഉണ്ടായിരിക്കണം. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഫ്യൂച്ചറിൽ മാഡവും ജോണും ചേർന്ന് അഭിനയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി അഭിനയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നമില്ല. അദ്ദേഹം വരുന്നത് താങ്കൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നോക്കുവാണെങ്കിൽ ഒരു സിവിലൈസ്ഡ് മാനറിൽ ഒരു ഗ്രോൺ അപ്പ് ഹ്യൂമൻസ് എന്ന രീതിയിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അഭിനയിച്ചിരിക്കും. താങ്കൾ പറഞ്ഞിരിക്കുന്നു ഇപ്പോഴുള്ള യുവതലമുറ. ഇല്ല, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് അറിയാം. ലൂസറിനെ പോലെയാണെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല. ആക്ച്വലി ആ ജേർണലിസ്റ്റ് വന്നിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഒരുപാട് ഹോട്ട് മാൻ ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. അതിന് ഞാൻ ഓൾ ആർ ലൂസേഴ്സ് എന്ന് പറഞ്ഞു. അത് ഞാൻ ഇങ്ങനെ തമാശയ്ക്കാ പറഞ്ഞത്, അതിലൊരു സീരിയസ്നെസ്സും ഇല്ല. അതിന് ടൈറ്റിൽ എന്താ വന്നതെന്ന് അറിയാവോ? ഓൾ മെൻ ആർ ലൂസേഴ്സ്. അതിന് ഞാനൊരു ആൻസർ കൊടുക്കുന്ന രീതിയിൽ ഒരു ട്വീറ്റ് ചെയ്തു, ഐ ലവ് മാൻ. ആൻഡ് ഇറ്റ്സ് ട്രൂ, ഐ ലവ് മാൻ. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരുപാട് പേരും എനിക്ക് മെയിൽ ഫ്രണ്ട്സാ ഉള്ളത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് സോ. ഐ റിയലി ഡോണ്ട് തിങ്ക് സോ. ഐ തിങ്ക് മെൻ ആർ ഫാന്റാസ്റ്റിക്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഏതായിരുന്നു? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ഒരുപാട് പാസ്റ്റും പോയി റീവിസിറ്റ് ചെയ്തു. അതായത് ഞാൻ ഒരുപാട് കാലം മുന്നേ മറന്നുപോയ കാര്യങ്ങൾ. ആൻഡ് ഐ തിങ്ക് മൈ ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ് അറ്റ് ദിസ് പോയിന്റ് ഐ വുഡ് സേ ഇസ് ഫ്രം ദ ടൈം ഐ ഹാഡ് എ ബ്രേക്കപ്പ്. അതെ, അത് തന്നെയാ. നമ്മൾ നമ്മുടെ ലൈഫ് ഭയങ്കര ഗ്രാൻഡഡ് ആണെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ പ്രയോറിറ്റീസൊക്കെ മറ്റു ആൾക്കാരുടെ ഡിപ്പെൻഡ് ചെയ്താണ് ലൈഫിൽ പോയിക്കൊണ്ടിരുന്നത്. ജീവിതത്തിൽ ഒരു സമയത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതായത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മുടെ സന്തോഷം എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ, സോ ഐ തിങ്ക് യു വിൽ ബി എ ബെറ്റർ ഗിവർ ഇൻ യുവർ ലൈഫ്. അതിനുശേഷം നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കും. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു. അതായത് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. ജോളിയായിട്ട് എപ്പോഴും എൻജോയ് ചെയ്യുന്ന പെൺകുട്ടിയാ. സോ എൻ്റെ ഉള്ളിൽ നല്ലൊരു മെച്യൂരിറ്റി വന്നു കഴിഞ്ഞു. അതിന് മുന്നേ എൻ്റെ ലൈഫിൽ ഒരുപാട് ഫാൻറ്റസീസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ ശരിക്കും എൻ്റെ ലൈഫ് ജീവിക്കാൻ ആരംഭിച്ചത്.
മേഡത്തിന്റെ പേടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡാർക്ക്നെസ്, കുട്ടിക്കാലം മുതൽക്കേ പ്രേതത്തിനെയൊക്കെ പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ റാസും റാസ്ത്രിയും എങ്ങനെ ചെയ്തു? എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാ എന്റെ ചെറുപ്പകാലം മുതലുള്ള ഈ പേടി ഞാൻ ഇങ്ങനത്തെ പടത്തിലൊക്കെ അഭിനയിച്ച് എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാ ജീവിതത്തിൽ എന്റെ പേടിയെ ഞാൻ മറികടക്കാൻ തീരുമാനിച്ചു. എന്നെ കണ്ടാ പേടി തൊണ്ടിയാണ് തോന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ്. അത് മാത്രമല്ല, ലോകത്തിലെ എന്തൊക്കെ കാര്യങ്ങളെ കണ്ട് എനിക്ക് പേടിയുണ്ടോ അതെല്ലാം ഞാൻ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ നോക്കുക. ആൻഡ് ഞാൻ എങ്ങനെയെങ്കിലും എന്നെ വീണ്ടും വീണ്ടും സ്ട്രോങ് ആക്കാൻ നോക്കുക. എനിക്കറിയില്ല, ഞാൻ ഇവിടെയുള്ള എല്ലാ പെൺപിള്ളേരോടും പറയുകയാണ്, അതായത് എല്ലാവരോടും പറയുക, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പേടിയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പോയി ഫേസ് ചെയ്യണം. അത് കണ്ടിട്ട് തിരിഞ്ഞോടാൻ പാടില്ല. താങ്കൾക്ക് പല്ലിന്ന് വെച്ചാ പേടിയാണോ? അയ്യോ, എനിക്ക് പേടിയാണ്. ഇപ്പൊ അതൊന്നും കാണിക്കല്ലേ പ്ലീസ്, വേണ്ട. അല്ല, താങ്കൾ എന്തൊക്കെ പേടിക്കുന്നു അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പിടിച്ചോണ്ട് വരട്ടെ? ഇവിടെ വെച്ച് എനിക്ക് അത്രയും സ്പീഡിന് ഓടാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഒറ്റ സെക്കൻഡ് കാണാതെ ആവും. എനിക്ക് പല്ലിന്ന് വെച്ചാൽ അത്രയ്ക്ക് പേടിയാ. ഞാനൊരു ഷോ കണ്ടായിരുന്നു. അതൊരു ഗെയിം ഷോയാ, ഒരു വലിയ ചാനലിലാണ് കാണിക്കുന്നത്. അവിടെ പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് ഇങ്ങനെ മാങ്ങ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്, അതായത് മാംഗോ ജ്യൂസ്. എന്നിട്ട് വലിയ വലിയ പല്ലുകളൊക്കെ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സും അതിനകത്ത് ഉണ്ടായിരുന്നു, അതായത് ഫെലോ മോഡൽസ് ലൈക്ക് നേത്ര ആൻഡ് യാന ഗുപ്ത. അതായത് അവരുടെ ഇവിടെ മുഖത്ത് എല്ലായിടത്തും ഇരിക്കുന്നുണ്ടായിരുന്നേ. ഞാനങ്ങനെ വരുന്നെങ്കിൽ അപ്പം മരിച്ചേനെ. എനിക്ക് അങ്ങനത്തെ ഒരു പണത്തിന്റെ ആവശ്യമില്ല, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റിന്റെ ആവശ്യമില്ല. എന്റെ മുഖത്തിലൊരു പല്ലി എടുത്തിടുന്നത് ഞാനൊന്നും ചിന്തിക്കുമല്ലോ ഇല്ല. I can't do that.